സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 2024-25 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി. ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തിയാണ് ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. ഡോക്ടർ പൂർണിമ ദേവി ബർമൻ, പേരോർത്ത് വെക്കുക, ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആയിട്ട് നിയമിതനായത് ആരാണ്? KN ഹരിലാൽ ആണ്. KN ഹരിലാൽ 7ാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ KN ഹരിലാൽ. അടുത്ത ചോദ്യം, 9ാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2025 അർഹയായത് ആരാണ്? 9ാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2025 അർഹയായത് ഡോക്ടർ M ലീലാവതിയാണ്. ഡോക്ടർ M ലീലാവതി. വന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിൽ ആണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് വന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം. മൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് നോട്ട് ചെയ്യുക. വന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 2025 മാർച്ചിൽ വിക്ഷേപിച്ച നാസയുടെ സൗരദൗത്യം. 2025 മാർച്ചിൽ വിക്ഷേപിച്ച നാസയുടെ സൗരദൗത്യമാണ് പഞ്ച്. സൗരദൗത്യത്തിന്റെ പേര് പഞ്ച് എന്നാണ്. Polarimeter to unify the corona and heliosphere. Polarimeter to unify the corona and heliosphere. പഞ്ച് PUNCH. വിക്ഷേപിച്ചത് നാസയാണ്. സൗരദൗത്യമാണ്. വിക്ഷേപിച്ച വർഷം 2025 മാർച്ചാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ സെബിയുടെ പുതിയ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ചൈന സാങ്നാൻ എന്ന് പേര് നൽകിയ ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. എഞ്ചിന്റെ പ്രത്യേകത എന്താണ്? സെമി ക്രയോജനിക് എഞ്ചിൻ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. റോക്കറ്റിന്റെ പേര് അഗ്നിബാൺ. എഞ്ചിന്റെ പ്രത്യേകത സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. അടുത്ത ചോദ്യം, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിന് നൽകിയ പേരാണ് ബെയ്ലി. പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം പേരെന്താണ്? ബെയ്ലി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്.
2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. 2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭയാണ്. വിദർഭ. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ ഏതൊക്കെയാണ്? ചോദ്യം എന്താണ്? 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള വില്ലേജുകൾ ഏതൊക്കെയാണ്? 2 വില്ലേജുകൾ, കുമരകം, കടലുണ്ടി എന്നിവയാണ് മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ. കുമരകം, കടലുണ്ടി. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മികച്ച കായിക താരത്തിനുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മികച്ച കായിക താരത്തിനുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് PR ശ്രീജേഷ്. അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ ഏതൊക്കെയാണ്? അടുത്തിടെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകളാണ് മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. 5 ഭാഷകളാണ് പുതിയതായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ. അവ മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എത്രയെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണ്, ഇപ്പോൾ നിലവിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം എത്രയെന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജിനു സക്കറിയ ഉമ്മനാണ്. ജിനു സക്കറിയ ഉമ്മൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ. ജിനു സക്കറിയ ഉമ്മൻ. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേര് കേരയാണ്. കേര എന്ന പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ഏതാണ്? ലോക ബാങ്കാണ്. ലോക ബാങ്കിന്റെ അംഗീകാരത്തിലൂടെ നടക്കുന്ന പദ്ധതിയാണ് കേര. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷി രീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോക ബാങ്കിന്റെ അംഗീകാരമുള്ള പദ്ധതിയാണ് കേര. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരിലാണ്. കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? കണ്ണൂർ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോൺ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോണാണ് FWD-200B എന്നത്. FWD-200B. പ്രത്യേകത, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോണാണ് FWD-200B. അടുത്ത ചോദ്യം, കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? കോളറ പ്രതിരോധിക്കുന്നതിന്, പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോളറ. ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിനാണ് ഹിൽകോൾ. അപ്പൊ കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട് ഹിൽകോൾ എന്ന വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. ഭാരത് ബയോടെക്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ്. പ്രണയകാലം എന്നത് കഥാസമാഹാരമാണ്. രചയിതാവ് ആരാണ്? CV ബാലകൃഷ്ണനാണ്. CV ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് അഹമ്മദാബാദിനെയും ഭുജിനെയുമാണ്. അഹമ്മദാബാദ്, ഭുജ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. ലോക്നാഥ് ബെഹ്റ.
ഹരിയാന മുഖ്യമന്ത്രി ആരാണ് നിലവിൽ? നയാബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹരിവരാസനം പ്രക്ഷേപണം ആരംഭിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി. പേര് ഉന്നതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായിട്ട് കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം. പേര് ഉന്നതി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടുന്ന മലയാളിയാണ് PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് NPS വാത്സല്യം. പദ്ധതിയുടെ പേര് NPS വാത്സല്യം. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി. 2024 സെപ്റ്റംബർ 12 അന്തരിച്ച CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് തമിഴ്നാട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീവിജയപുരം എന്നാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേരാണ് ശ്രീവിജയപുരം. 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ. 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ ഡെമിസ് ഹസാബിസ്, ജോൺ ജംബർ, ഡേവിഡ് ബേക്കർ എന്നിവരാണ്. 2024 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹമായവർ ആരൊക്കെയാണ്? ഡെമിസ് ഹസാബിസ്, ജോൺ ജംബർ, ഡേവിഡ് ബേക്കർ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ. മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ് എന്നത്. ഹെൽപ്പ് ലൈൻ്റെ പേര് ടെലിമാനസ്. നമ്പർ 14416 ആണ്. 14416. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായത് നോയൽ ടാറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ്, ബംഗളൂരു. കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ്. പ്രതിരോധ മന്ത്രാലയം. മൗറീഷ്യസിന്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായത് നരേന്ദ്രമോദിയാണ്. മൗറീഷ്യസിന്റെ GCSK ബഹുമതിക്ക് അർഹനായത് നരേന്ദ്രമോദി. മൗറീഷ്യസിന്റെ GCSK ബഹുമതിക്ക് അർഹനായത് നരേന്ദ്രമോദി. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള ആഗോള അംഗീകാരമായ വൈറ്റ് ലാൻഡ് വൈസ് യൂസ് എന്ന റംസാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. അവാർഡിന്റെ പേര് വൈറ്റ് ലാൻഡ്
വൈസ് യൂസ്. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള ആഗോള അംഗീകാരമാണ് വൈറ്റ് ലാൻഡ് വൈസ് യൂസ് എന്നത്. അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ജയശ്രീ വെങ്കടേശ്വരൻ. ജയശ്രീ വെങ്കടേശ്വരൻ. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കീന ഫാസോയാണ്. ബുർക്കീന ഫാസോ. ഇന്ത്യ 14ാം സ്ഥാനമാണ്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. ടൊവിനോ തോമസ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരമാണ്. കണ്ണപുരം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെന്ന് കമന്റ് ചെയ്യുക. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, UK ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ. UK ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് ചിരഞ്ജീവി. 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ആരാണ്? KP സുധീരയാണ്. KP സുധീര. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. എന്തിനെതിരെയാണ്? ലഹരി ഉപയോഗത്തിനെതിരെയാണ്. ക്യാമ്പയിൻ്റെ പേര് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യ. 2024 ഹോക്കി ഇന്ത്യ അവാർഡ്സിൽ മികച്ച താരമായത് 2024 ഹർമൻപ്രീത് സിംഗ് ആണ്. ഹർമൻപ്രീത് സിംഗ്. 2024 ഹോക്കി ഇന്ത്യ അവാർഡ്സിൽ മികച്ച വനിതാ താരം സവിത പുനിയാണ്. സവിത പുനിയ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിലാണ്. കൊച്ചി. അടുത്ത ചോദ്യം, ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? പുസ്തകത്തിന്റെ പേര് മാർച്ച് ഓഫ് ഗ്ലോറി എന്നാണ്. മാർച്ച് ഓഫ് ഗ്ലോറി. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. 2025 കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 കബഡി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. അടുത്തിടെ IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച്. IOCയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാച്ച്. പൂർണ്ണമായും AI ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യത്തെ ദിനപത്രം ഇൽ ഫ്ലോഗിയോ ആണ്. ഇൽ ഫ്ലോഗിയോ. ഇറ്റാലിയൻ പത്രമായ ഇൽ ഫ്ലോഗിയോ ആണ് പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച് ഒരു പതിപ്പ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ആദ്യ ദിനപത്രം. ഇന്ത്യയിലെ ആദ്യ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നത് ഇൻഡോറിലാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത് മനു ഭാക്കറാണ്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡർ മനു ഭാക്കർ. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം കേരളത്തിനാണ്. കേരളം.
2024 ഒക്ടോബറിൽ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലംപാറ പഞ്ചായത്തിനാണ്. പുല്ലംപാറ. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആശാ ലതാ ദേവിയാണ്. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആശാ ലതാ ദേവി. നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? 5% കുറച്ചു. ഇതിനു മുമ്പ് 12%. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവാണ്. കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആനന്ദ് ദർശൻ ശങ്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കറാണ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് 10. ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക്. എന്തിനുള്ള വാക്സിനാണ്? ക്ഷയരോഗ വാക്സിനാണ്. പ്രത്യേകത എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളിയാണ് ഡോക്ടർ S. ഫൈസി. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ S. ഫൈസി. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി. കേരളത്തിൽ ആദ്യമായിട്ട് സ്ട്രാങ്ക് ലൈസൻസ് നേടിയ വനിതയാണ് S. സന്ധ്യ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരളം. രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു? 2ാമത്തെ. രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ആദ്യത്തേത് പ്രതിഭ പാട്ടേൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് കുരങ്ങ് വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളം. ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ് ജെയിംസ് വെബാണ്. ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1. മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ് വഞ്ചിയുടെ പേരാണ് ഭയാനത്ത്.
കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിൽ താഴെത്തുടുക്കി. കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. പദ്ധതിയുടെ പേര് ഡിജി കേരളം. ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? ആസ്ട്രാസെനക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ് ആണ്. കോവിഷീൽഡ്. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം. അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഹർവിന്ദർ സിംഗ് ആണ്. ഹർവിന്ദർ സിംഗ്. 2025 കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. ബ്രസീൽ. 2025 ബ്രസീൽ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി പൊൻവാക്ക്. പദ്ധതിയുടെ പേര് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. 9 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കി കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് 2025 മാർച്ചിൽ വിക്ഷേപിച്ച ദൗത്യമാണ് ക്രൂ 10. ദൗത്യത്തിന്റെ പേര് ക്രൂ 10. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്നതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. രാജ്യത്തെ ഏറ്റവും കൂടിയ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. രാജ്യത്തെ ഏറ്റവും കൂടിയ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിന് അർഹയായ താരം പ്രിയങ്ക ഗോസ്വാമിയാണ്. പ്രിയങ്ക ഗോസ്വാമി. ലണ്ടനിൽ സെൻട്രൽ ബാങ്കിംഗ് നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് കരസ്ഥമാക്കിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക. പദ്ധതിയുടെ പേര് ഗോത്ര ജീവിക. എല്ലാ വർഷവും മാർച്ച് 15 ആഘോഷിക്കുന്ന ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ 2025 പ്രമേയം A just transition to sustainable lifestyles. A just transition to sustainable lifestyles. ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 15. 2025 പ്രമേയമാണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയകേന്ദ്രമാണ് സ്നേഹിത. അഭയകേന്ദ്രത്തിന്റെ പേര് സ്നേഹിത. പ്രകാശം ഒരു സൂപ്പർ സോളിഡ് പോലെ പെരുമാറുന്നത് ആദ്യമായി വിജയകരമായി സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഇറ്റലിയാണ്. ഇറ്റലി. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണിത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ന്യൂസിലാൻഡിനെയാണ്. ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 3ാം കിരീടമാണിത്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച സംരംഭമാണ് വൺ നേഷൻ വൺ പോർട്ട് എന്നത്. വൺ നേഷൻ വൺ പോർട്ട്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്